പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്നു നടക്കണം മകളെന്ന് അവർ ആഗ്രഹിച്ചു. ശരീരം അനക്കാനാകാതെ മകൾ കിടപ്പിലായപ്പോൾ നജീബയുടെ ജീവിതവും നിശ്ചലമായി. മകൾക്കൊപ്പമുള്ള സമയങ്ങളിൽ വേദനകൾ അക്ഷരങ്ങളായി കോറിയിട്ടു. അധ്യാപികയായിരുന്ന KC നജീബയുടെ കവിതാ സമാഹാരം സെറിബ്രൽ പാൾസി രോഗബാധിതയായ 13-കാരിയായ മകൾക്കുള്ള സമ്മാനമാണ്. കവിതകൾക്ക് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കിയത് മൂത്ത മകൾ അമീഖയാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് കവിതകൾ എഴുതി തുടങ്ങിയത്. മകൾക്ക് 7 വയസ്സാവുമ്പോൾ ആദ്യത്തെ കവിത മഴ വീണ കാലം എഴുതി. പിന്നീടാണ് കൂടുതൽ കവിതകളിലേക്ക് ഞാൻ പോകുന്നത്. എൻ്റെ കവിതകളാണ് എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ മകളെ ആകർഷിക്കുന്നത്. സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച് 95% വൈകല്യമുള്ളൊരു മകളാണ് എനിക്കുള്ളത്. ഈ മകൾ കാരണം ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം അധ്യാപികയായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് എൻ്റെ മകളെ നോക്കുന്ന വേളയിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതി തുടങ്ങി. അങ്ങനെ 101 കവിതാ സമാഹാരമാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഒരമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെ? ഒരു പക്ഷേ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖബാധിതയാണ്, മകൾ കിടപ്പിലായി പോയി എന്ന് തോന്നുന്ന ഒരു സമയം, ജീവിതം നിശ്ചലമായി പോയ ഒരു സമയത്ത് പക്ഷെ തോറ്റ് പിന്മാറാൻ നജീബ തയ്യാറായില്ല. ഒരു അധ്യാപികയാണ്. കവിതകൾ, മനസ്സിലെ നോവുകൾ, വേദനകളൊക്കെ കവിതകളായി കുറിച്ചു. ഇപ്പോൾ കവിതാ സമാഹാരം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സന്ധ്യ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന് പറയുന്ന ഒരു സിനിമാ ഡയലോഗ് ഈ സമീപകാലത്തൊക്കെ വലിയ ട്രെൻഡിങ് ആയി മാറിയ ഒരു ഡയലോഗാണ്. അത്തരത്തിൽ ഒരു പോരാളിയെ തന്നെയാണ് KC നജീബ എന്ന പോരാളിയെയാണ് നമ്മൾ ഈ കൊണ്ടോട്ടിയിൽ നിന്ന് കാണുന്നത്. സ്വന്തം മകൾക്കായുള്ള ഒരു അമ്മ നടത്തുന്ന ഒരു പോരാട്ടം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ 13-കാരിയായ അനീക്ക എന്ന് പറയുന്ന കുട്ടി ജന്മനാൽ തന്നെ സെറിബ്രൽ പാൾസി രോഗബാധിതയാണ്. അങ്ങനെ ഈ 13 വർഷങ്ങളായി ഈ അനീക്കയുടെ ശുശ്രൂഷണത്തിനും ഒക്കെ സമയം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനായി ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് നജീബ. അപ്പോൾ നജീബയുടെ ആ ഒരു പോരാട്ടത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കഥയാണ് ഈ കവിതയായി പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ ചിത്രാവിഷ്കരണം നടത്തിയത് മൂത്ത മകൾ അമീക്ക കൂടിയാണ്. അതിപ്പോൾ ആ കുടുംബത്തിൻ്റെ നമുക്ക് തന്നെ നൽകുന്ന ആ ഒരു സന്ദേശം വലിയ ഒരു ഊർജ്ജം തന്നെയാണ് എന്നുള്ളത് തന്നെ പറയാം. അതിന് ഈ കവിതാ സമാഹരണം പുറത്തിറക്കാൻ മുൻകൈ എടുത്തത് ഈ AMM സ്കൂൾ കൂടിയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് നജീബ. ഈ സ്കൂളിലെ 13 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപികയൊക്കെ ജോലി ചെയ്ത് വരികയായിരുന്നു. ശേഷം കുട്ടിയുടെ പരിപാലനത്തിനായി മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുകയാണ് നജീബ ഇപ്പോൾ. അപ്പോൾ ഈ കവിത ഏറ്റുവാങ്ങിയിരിക്കുന്നത് അനീക്കയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കവിതാ സമാഹരണം ഏറ്റുവാങ്ങിയത് മകൾ കൂടിയാണ് എന്ന സവിശേഷത കൂടിയുണ്ട്. അത്തരത്തിൽ വർണ്ണശലഭങ്ങൾ എന്നാണ് ഈ കവിതാ സമാഹരണത്തിൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ ഈ പൂമ്പാറ്റകളെ പോലെ അവർ ജീവിതത്തിലാകെ വർണ്ണങ്ങളുമായി ഇങ്ങനെ പാറി പറന്ന് ഈ അമ്മയും മകളും നടക്കട്ടെ എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. സന്ധ്യ.